ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റൂത്തിൻ്റെ പുസ്തകം നമുക്ക് പഠിക്കാം. ലോഗോസ് ക്വിസ് പരീക്ഷയുടെ പഠനഭാഗമാണ് റൂത്തിൻ്റെ പുസ്തകവും. റൂത്ത് ആമുഖം നമുക്ക് വായിച്ചു നോക്കാം. റൂത്തിൻ്റെ പുസ്തകം ആമുഖം. യഹൂദ വംശജയല്ലാത്തവളും മൊവാബിയുമായ റൂത്തിൻ്റെ പേരിൽ പഴയ നിയമത്തിലെ ഒരു പുസ്തകം അറിയപ്പെടുക അസാധാരണമാണ്. സുഹൃദിനിയും വിശ്വസ്തതയുമായ റൂത്തിനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സമർത്ഥമായി അനുഗ്രഹിച്ചു. റൂത്തിൻ്റെ ഭർത്താവ് ഒരു ഇസ്രായേൽക്കാരനായിരുന്നു. റൂത്ത് തൻ്റെ ഭർത്താവും വിധവയായ അമ്മായിയമ്മ നവോമിയും ഒരുമിച്ച് മൊവാബിൽ വസിക്കുമ്പോൾ ഭർത്താവ് മരിച്ചു. നവോമി ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നപ്പോൾ റൂത്ത് തൻ്റെ ഭർത്താവിൻ്റെ ദൈവത്തോടും അമ്മയോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവളോടൊപ്പം ജെറുസലേമിലേക്ക് വന്നു. ദൈവം അവളെ അനുഗ്രഹിച്ചു. വിശ്വസ്തതയ്ക്ക് അവൾ ഒരു മാതൃകയായി തീർന്നു. അവിടെ അവൾ മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവും സമ്പന്നനുമായ ബോവാസിൻ്റെ ഭാര്യയായി. അതുവഴി അവളുടെ പേരു ദാവീദിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിൻ്റെ വംശാവലിയിലും ഉൾപ്പെട്ടു. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്നതിൻ്റെ സൂചന ഇതുവഴി നമുക്ക് ലഭിക്കുന്നു. റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം. എലിമെലെക്കും കുടുംബവും മൊവാബിൽ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആരംഭിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് എലിമെലെക്കും കുടുംബവും മൊവാബിൽ എന്ന തലക്കെട്ടിന് താഴെ. റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മൊവാബ് എന്ന ദേശത്ത് കുടിയേറി പാർത്തു. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മൊവാബ് ദേശത്ത് കുടിയേറി പാർത്തു. 2-ാം തിരുവചനം. അവൻ്റെ പേര് എലിമെലേക്ക്, ഭാര്യ നവോമി, പുത്രന്മാർ മഹലോനും കിലിയോനും. അവർ യൂദയായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. അവർ മൊവാബിൽ താമസമാക്കി. എലിമെലേക്കിൻ്റെ ഭാര്യയുടെ പേര് നവോമി, പുത്രന്മാർ മഹലോനും കിലിയോനും. അവർ യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. അവർ മൊവാബിൽ താമസമാക്കി. 3-ാം തിരുവചനം. നവോമിയുടെ ഭർത്താവ് എലിമെലേക്ക് മരിച്ചു, അവളും പുത്രന്മാരും ശേഷിച്ചു. 4-ാം തിരുവചനം. പുത്രന്മാർ ഓർഫ, റൂത്ത് എന്നീ മൊവാബ്യ സ്ത്രീകളെ വിവാഹം ചെയ്തു. 10 വർഷത്തോളം അവർ അവിടെ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ 5-ാം തിരുവചനം. അങ്ങനെയിരിക്കെ മഹലോനും കിലിയോനും മരിച്ചു. നവോമിക്ക് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു. ഇനി 6 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗങ്ങളുടെ ഹെഡിങ് നവോമിയും റൂത്തും ബെത്ലഹേമിലേക്ക് എന്ന തലക്കെട്ടിന് താഴെയാണ്. 6-ാം തിരുവചനം. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാനൊരുങ്ങി. 4-ാം തിരുവചനം. അവൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ട് യൂദായിലേക്കുള്ള വഴിയിലെത്തി. 8-ാം തിരുവചനം. അപ്പോൾ നവോമി മരുമക്കളോട് പറഞ്ഞു, നിങ്ങൾ മാതൃഭവനത്തിങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു. കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ. 9-ാം തിരുവചനം. വീണ്ടും വിവാഹം ചെയ്തു കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൾ അവരെ ചുംബിച്ചു. അവർ പൊട്ടിക്കരഞ്ഞു. 10-ാം തിരുവചനം. അവർ പറഞ്ഞു, ഞങ്ങൾ പോകുന്നില്ല, അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു. 11-ാം തിരുവചനം. എന്നാൽ നവോമി പറഞ്ഞു, എൻ്റെ മക്കളെ, നിങ്ങൾ തിരിച്ചു പോകുവിൻ. എന്തിന് എന്നോടുകൂടെ വരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ? 12-ാം തിരുവചനം. എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോകുവിൻ. വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃത്തിയായിരിക്കുന്നു. അഥവാ ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ 13-ാം തിരുവചനം. അവർക്ക് പ്രായമാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ? നിങ്ങൾ വിധവകളായി കഴിയുമോ? ഇല്ല, മക്കളെ, കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു. നിങ്ങളെ പ്രതിയും ഞാൻ അത്യന്തം വ്യസനിക്കേണ്ടി വരും. 14-ാം തിരുവചനം. അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങി. റൂത്ത് അവളെ പിരിയാതെ നിന്നു.
15-ാം തിരുവചനം നവോമി പറഞ്ഞു, നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ, അവളെ പോലെ നീയും പോകുക. 16-ാം തിരുവചനം റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്തു ഞാനും വരും, വസിക്കുന്നിടത്തു ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. 17-ാം തിരുവചനം, അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തിയാൽ കർത്താവ് എന്തു ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. 18-ാം തിരുവചനം, അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ടു നവോമി അവളെ നിർബന്ധിച്ചില്ല. 19-ാം തിരുവചനം, അവർ ബെത്ലഹേമിലെത്തി. പട്ടണം മുഴുവൻ അവരെ കണ്ടു വിസ്മയിച്ചു. ഇത് നവോമിയോ എന്നു സ്ത്രീകൾ പരസ്പരം ചോദിച്ചു. 20-ാം തിരുവചനം, അവൾ പറഞ്ഞു, എന്നെ നവോമി എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടത്. സർവശക്തൻ എന്നോട് പ്രവർത്തിച്ചത് എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത്. 21-ാം തിരുവചനം, എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി, ഒന്നുമില്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു. കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു? നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം സന്തുഷ്ട എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം സന്തുഷ്ട. 22-ാം തിരുവചനം, അങ്ങനെ നവോമി മൊവാബിൽ വെച്ച് അവിടുത്തുകാരിയായ മരുമകൾ റൂത്തിനോടുകൂടെ തിരിച്ചെത്തി. ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബെത്ലഹേമിൽ എത്തിയത്. അങ്ങനെ റൂത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 22 തിരുവചന ഭാഗങ്ങളാണുള്ളത്. 2 തലക്കെട്ടുകൾ, 1 എലിമേലേക്കും കുടുംബവും മൊവാബിൽ, 2 നവോമിയും റൂത്തും ബെത്ലഹേമിലേക്ക്. ഓക്കെ, ദൈവത്തിന് സ്തുതി.